നമസ്കാരം. 1980-കളിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രത്തിൽ മണിയമ്പിള്ള രാജുവിനെ പോലീസ് ഉദ്യോഗസ്ഥനായ ജ്യോതി ശ്രീകുമാർ ഒരു സൈക്കിളിൽ ചേസ് ചെയ്യുന്നൊരു രംഗമുണ്ട്. അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ മണിയമ്പിള്ള രാജുവിൻ്റെ കാർ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ഇതിൽ ഒരുപാട് ട്വിസ്റ്റുകളാണ് ഇപ്പോഴുള്ളത്. മണിയമ്പിള്ള രാജു ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ഇത്രയും സമയം അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ള പ്രസക്തമായ ചോദ്യമുണ്ട്. ഇന്നലെ രാത്രി പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും സമയം മണിയമ്പിള്ള രാജു എവിടെ ആയിരുന്നു എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇതിന് പോലീസും മണിയമ്പിള്ള രാജു എല്ലാം തന്നെ മറുപടി പറയേണ്ടി വരും. ഇവിടെ നമ്മൾ പ്രത്യേക ഒരു കാര്യം ഓർക്കുക. മാധ്യമപ്രവർത്തകനായിരുന്ന KM ബഷീർ കാർ അപകടത്തിൽ പെട്ടപ്പോഴും അന്ന് ഈ കേസ് കൈകാര്യം ചെയ്തിരുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനാണ്. ശ്രീറാം വെങ്കട്ടരാമന് എല്ലാവിധത്തിലുള്ള സഹായവും നൽകുന്ന രീതിയിൽ തന്നെയാണ് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണോ ഇവിടെ നടന്നതെന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ വാഹനം ഇടിച്ചിട്ടിട്ട് അയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നത് എങ്കിൽ അയാളെ പിടിക്കാൻ നമ്മുടെ പോലീസിന് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മണിയമ്പിള്ള രാജുവിനെ പോലെ ഒരു സെലിബ്രിറ്റിയായ വ്യക്തി അതിസമ്പന്നന്മാർക്ക് വേണ്ടിയുള്ള ഒരു ക്ലബ്ബിൽ നിന്ന് അമിത വേഗത്തിൽ വാഹനം ഇറങ്ങിയത് 2 യുവാക്കളെ ഇടിച്ചിട്ടിട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ പിടികൂടുക എന്നുള്ളത് പോലീസിൻ്റെ കടമയാണ്. അപകടത്തിൽപ്പെട്ട 2 യുവാക്കൾക്കും ഗുരുതരമായ രീതിയിലാണ് പരിക്കേറ്റിട്ടുള്ളത്. അവർ പറയുന്നത് ഇടിച്ചിട്ട കാർ തങ്ങളെ കുറച്ച് ദൂരം വലിച്ചിഴച്ച് കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ മണിയമ്പിള്ള രാജു വ്യക്തമായി കണ്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അറിയാമായിരുന്നു വലിയൊരു അപകടം നടന്നു എന്നുള്ളത്. ഈ ഗുരുതരമായി പരിക്കേറ്റ 2 ചെറുപ്പക്കാരെ അവിടെ തള്ളിയിട്ട് പോകുന്നതിന് പകരം അവരെ ആശുപത്രിയിൽ അദ്ദേഹം എത്തിച്ചിരുന്നു എങ്കിൽ, അതല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പോലീസിനെ വിളിക്കാമായിരുന്നു. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനം, ഇതിൻ്റെ എല്ലാം നടുക്കായിട്ടുള്ളൊരു ഭാഗത്ത് വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ട്രെയിനർ ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന മണിയമ്പിള്ള രാജുവിൻ്റെ വോൾവോ കാർ ഈ ചെറുപ്പക്കാർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയും കുറച്ച് ദൂരം വലിച്ചഴിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതിനുശേഷം കാർ വിട്ടു പോവുകയാണ്. മണിയമ്പിള്ള രാജു തിരിഞ്ഞു നോക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന വ്യക്തി തിരിഞ്ഞു നോക്കിയെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഈ വാഹനത്തിൻ്റെ നമ്പർ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. പോലീസിന് രാത്രി തന്നെ മണിയമ്പിള്ള രാജു എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ പിടികൂടാമായിരുന്നു, അറസ്റ്റ് ചെയ്യാമായിരുന്നു, അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് രക്തപരിശോധന നടത്താമായിരുന്നു. ഇപ്പോൾ ഏതായാലും മണിയമ്പിള്ള രാജു ഇപ്പോൾ തൽക്കാലം സേഫാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം അതിന് പോലീസും അധികൃതരും ഉന്നതരും ഒക്കെ തന്നെ കൂട്ടിയെന്നിരിക്കുക. തിരുവനന്തപുരത്തെ വളരെ പ്രമുഖരായ വ്യക്തികൾക്കൊപ്പമാണ് മണിയമ്പിള്ള രാജു പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ എത്തിയത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നല്ല പിടിപാടും സ്വാധീനമൊക്കെ ഉള്ള ആളുകൾക്കൊപ്പമാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നത്. ഇന്നലെ രാത്രി 10 മണി മുതൽ ഇന്ന് രാവിലെ 10 മണി വരെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും യാതൊരു കാര്യവും വ്യക്തമല്ല. ഇതിനിടയിൽ മണിയമ്പിള്ള രാജുവിൻ്റെ രക്തം ഒരു പക്ഷേ ഏതെങ്കിലും നേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റോ വീട്ടിൽ വരുത്തി, ഡോക്ടറെ വീട്ടിൽ വരുത്തി പരിശോധിച്ച് ഇപ്പോൾ മദ്യത്തിൻ്റെ അംശമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണോ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതെന്ന് സ്വാഭാവികമായും ആരും സംശയിക്കേണ്ടി വരും. മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിചിത്രവും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. തനിക്ക് ചിക്കുൻ ഗുനിയ എന്ന രോഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിക്കുൻ ഗുനിയ നമുക്കറിയാം, ഒരു കാലത്ത് കേരളത്തെ വിറപ്പിച്ചിരുന്ന രോഗമാണ്. ഇതൊരു പകർച്ച രോഗം കൂടിയാണ്. അങ്ങനെ ഒരു പകർച്ച രോഗമുള്ള ഒരു വ്യക്തി ട്രിവാൻഡ്രം ക്ലബ്ബ് പോലെയുള്ള ഒരുപാട് ആളുകൾ ഒത്തുകൂടുന്നൊരു സ്ഥലത്ത് എന്തുകൊണ്ട് പോയിരുന്നു? അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന ആളുകൾക്ക് ഈ രോഗം പകരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ചിക്കുൻ ഗുനിയ വരുമ്പോൾ നമുക്കറിയാം കൈക്കും കാലും ഒക്കെ തന്നെയാണ് അത് വളരെ ഗുരുതരമായ തോതിൽ ബാധിക്കാറുള്ളത്. നമുക്കറിയാം കൈയും കാലും ഉപയോഗിച്ചാണ് ഒരു വ്യക്തി കാർ ഓടിക്കുന്നത്. ചിക്കുൻ ഗുനിയ കാരണം കൈയും കാലും നേരെ ചൊവ്വേ അനക്കാൻ പറ്റാതെ പോയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ കാർ ഓടിക്കാൻ കഴിഞ്ഞിരുന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. കൂടാതെ താനൊരു ക്യാൻസർ അതിജീവിതനാണ് എന്നുള്ളൊരു വാദവും ഒരുപക്ഷേ മണിയമ്പിള്ള രാജു മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തനിക്ക് ഇക്കാര്യത്തിൽ ഒരു ദയ വേണം എന്ന് പറയുമ്പോഴും അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു ക്യാൻസർ അതിജീവിതൻ മാത്രമാണ്. അദ്ദേഹം ഇപ്പോഴും നിലവിൽ അദ്ദേഹം രോഗിയാണോ എന്നറിയില്ല. മാത്രമല്ല അദ്ദേഹം അങ്ങനെ അവശനിലയിലോ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറുള്ള ആളായിട്ടോ നമുക്ക് തോന്നുന്നില്ല. ഇപ്പോഴും അദ്ദേഹം സിനിമയിൽ സജീവമാണ്, ഒരുപാട് സിനിമകൾ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി കാണിക്കേണ്ട സാമൂഹ്യ ബോധം ഇത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ടതാണ്. നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോഴൊക്കെ തന്നെ അവിടെ പറഞ്ഞു തരുന്ന അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ് ഒരു അപകടമുണ്ടായാൽ നിങ്ങളത് ഇട്ടിട്ട് ഓടരുത്. നിങ്ങൾ അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുക, പിന്നീട് നിയമ നടപടി സ്വീകരിക്കുക. ഇത് തന്നെയാണ് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോ, അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നീട് വലിയ വിവാദമായി മാറിയ പീച്ചി സംഭവത്തിൽ, അതായത് അദ്ദേഹം ഓടിച്ചിരുന്ന കാർ ഒരു ചെറിയ വണ്ടിയിൽ ഇടിച്ചതിന് ശേഷം, ഒരു ചെറിയ തള്ളു വണ്ടിയിൽ ഇടിച്ചതിന് ശേഷം ഉണ്ടായ അപകടം അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെത്തി നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതിൻ്റെ പേരാണ് അദ്ദേഹത്തെ പിന്നീട് ക്രൂശിക്കാൻ ഇവിടെ ഒരുപാട് ആളുകൾ അന്ന് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ സാമൂഹ്യ ബോധമുണ്ടായിരുന്ന, അല്ലെങ്കിൽ താൻ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് എന്നുള്ള വ്യക്തമായ ബോധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് PT ചാക്കോ സ്വയം കാർ ഓടിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി ഇങ്ങനെ ഒരു അപകടം നടന്നതായി അവിടെ അറിയിച്ചത്. മണിയമ്പിള്ള രാജുവിന് അതും ചെയ്യാമായിരുന്നു. മണിയമ്പിള്ള രാജു ഇനി ഈ അപകടത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ ആശുപത്രിയിൽ എത്തിക്കാൻ വിസമ്മതിച്ചാൽ, ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം, എനിക്കൊരു അപകടം പറ്റിപ്പോയി, ഇങ്ങനെ ഒന്നുണ്ട്, നിങ്ങൾ അവരെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം എന്നെങ്കിലും പറയാം. പോലീസിൻ്റെ കൈവശം ആംബുലൻസുകളുണ്ട്, അവർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഈ ചെറുപ്പക്കാരെ ആശുപത്രിയിൽ എത്തിക്കാൻ ചെയ്യാമായിരുന്നു. അപ്പോൾ മണിയമ്പിള്ള രാജുവിനെ അവർക്ക് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാതെ വളരെ സേഫായി അദ്ദേഹം ഇത്രയും മണിക്കൂറുകൾ വീട്ടിൽ പോയി സ്വസ്ഥമായി ഉറങ്ങി എണീറ്റ് രാവിലെ വന്ന് എല്ലാം ക്ലീനാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇത്തരത്തിൽ ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്
വെള്ളരിക്ക പട്ടണത്തിൽ അവിടെ നടക്കുന്നതെന്ന് സ്വാഭാവികമായും നമ്മൾ ചോദിക്കേണ്ടി വരും. കാരണം ഇതൊന്നും തന്നെ സാധാരണക്കാരായ മനുഷ്യരോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല. നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഉന്നതരുടെ ഭാഗത്തു നിന്ന് രാത്രി തന്നെ വലിയ തോതിലുള്ള നീക്കം മണിയമ്പള രാജുവിനെ രക്ഷിക്കാൻ ഉണ്ടായി എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ഒരു ക്യാൻസർ അതിജീവിതനാണെന്നുള്ളത് കൊണ്ടോ ചിക്കൻഗുനിയാണെന്നുള്ളത് കൊണ്ടോ ഒന്നും തന്നെ ഈ കേസിൽ നിന്ന് അദ്ദേഹത്തിന് തലവൂരാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ ഇനി ഉയരുന്നൊരു വിഷയം, ഇദ്ദേഹത്തിൻ്റെ രക്തപരിശോധന തിരുവനന്തപുരത്ത് സർക്കാർ ആശുപത്രിയിൽ നടത്തിയിട്ടുണ്ട്. അവിടെ ഇദ്ദേഹം മദ്യപിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത്രയും മണിക്കൂറുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ രക്തം പരിശോധിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ കേസിൽ നിർണായകമായി മാറാൻ സാധ്യതയുള്ള ഒന്നും ഈ രക്തപരിശോധന തന്നെയായിരിക്കും. പക്ഷേ ഇത്രയും സമയം അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പോലീസും അധികൃതരും എല്ലാവരും ഒത്തുചേർന്ന് നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ മണിയമ്പള രാജു ഈ കേസിൽ സേഫായി തലയൂരി പോകാൻ തന്നെയാണ് നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സാധ്യത എന്ന് വേണം കരുതാൻ. പക്ഷേ അപ്പോഴും ഇവിടെ വരുന്നൊരു ചോദ്യമുണ്ട്, വാഹനം ഓടിക്കുന്നവർ അത് പ്രമുഖ വ്യക്തികളായിരിക്കുമ്പോഴൊക്കെ തന്നെ അവർ പാലിക്കേണ്ടുന്ന ഒരു കടമയുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരനാണ് ഈ ഇത്തരത്തിലുള്ളൊരു അപകടം ഇന്നലെ പറ്റിയിരുന്നുവെങ്കിൽ അയാൾ മണിക്കൂറുകൾക്ക് മുമ്പ് പോലീസ് കസ്റ്റഡിയിലാകുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ നിയമം എല്ലാവർക്കും തുല്യമാണ് എന്നാണ് നമ്മുടെ ഒരു വ്യവസ്ഥയെങ്കിൽ പോലും അക്കാര്യത്തിൽ പോലും പലപ്പോഴും ഉന്നതങ്ങളുടെ ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്ന ചില ആളുകളെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഏതായാലും മണിയമ്പള രാജു നിലവിലെ അവസ്ഥയിൽ സുരക്ഷിതനാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും.